നീ മടിച്ചു നിൽക്കുന്നേ? പറഞ്ഞത് കേട്ടില്ലേ? അതെന്തിനാ അവളെ കൊണ്ട് ചെയ്യിച്ചത്? പ്രിയങ്ക മോള് ചെയ്യുമല്ലോ. അവളെ കൊണ്ട് ചെയ്യിക്കുന്നതില് കാര്യമുണ്ടേട്ടത്തി. അത് ഞങ്ങള് കാണിച്ചു തരും. താനിതിൽ വിഷം കലക്കാലും ഞാനത് ചിരിച്ചുകൊണ്ട് കുടിക്കും. ഇനിയിപ്പൊ എന്തായാലും കാണാനുള്ള കാഴ്ചകളൊക്കെ കഴിഞ്ഞല്ലോ. എല്ലാവർക്കും പിരിയ. പത്മിനി, വരുണിനെ നീ കുറച്ചുകൂടി മനസ്സിലാക്കാനുണ്ട്. ഞാൻ പറഞ്ഞേ ഉള്ളൂ. ഇന്നലെ എന്താ ചെറിയമ്മ സംഭവിച്ചത്? അവൻ എങ്ങനെയാ പായസം കുടിച്ചത്? ഏട്ടത്തി, അതില് മുഴുവൻ ഉപ്പായിരുന്നു. ഒരാൾക്കും അങ്ങനെ അത് കുടിക്കാൻ പറ്റില്ല. അമ്മ, ഇതിൽ നിന്ന് അമ്മ ഒരു കാര്യം ഉറപ്പിച്ചോ? രാധികയോടുള്ള വരുണിന്റെ ഇഷ്ടം കല്ലിൽ കൊത്തിയതുപോലെ. കുറച്ചൊന്നും പണിയെടുത്താ പോരെ നമ്മള്. തൽക്കാലം അവള് രക്ഷപ്പെട്ടു. പക്ഷേ അവളെ നമ്മള് വിടില്ല. നാളെ രാധിക അമ്പലത്തിൽ വരുമെന്ന് ഉറപ്പല്ലേ മാഡം? ഒരുപക്ഷെ ഞാൻ വീട്ടിലേക്കായിരുന്നു ക്ഷണിച്ചിരുന്നതെങ്കിൽ വരുമോ ഇല്ലയോ എന്ന് പറയാൻ പറ്റില്ലായിരുന്നു. പക്ഷേ ഞാൻ അവളെ വിളിച്ചത് അവൾക്കിഷ്ടമുള്ള ഭഗവാന്റെ മുന്നിലേക്കാണ്. അതുകൊണ്ട് അവള് വരും. പ്രത്യേക പൂജ നടത്തുന്നതൊക്കെ കൊള്ളാം. എങ്ങനെ ഇക്കാര്യങ്ങൾ മേഡം പ്രാക്ടിക്കലാക്കുമെന്നുള്ളതാണ്. ഒരു പൂജാരി ഒന്ന് കാണണം. കുഞ്ഞുനാൾ മുതൽ കൃഷ്ണഭക്തിയുടെ പേരിൽ അറിയപ്പെടുന്നവൾ. അവൾക്കുള്ള മാർഗം ഞാൻ പറഞ്ഞിട്ടില്ലേ? ഭക്തി തന്നെ. നാളെ പൂജ കഴിഞ്ഞ് നല്ല മനസ്സോടെ അവള് നിൽക്കുമ്പോ അവളെ കൂട്ടിക്കൊണ്ടുപോയി ഞാൻ നടയിൽ നിർത്തും. ആ നടയിൽ വെച്ച് അവളെ കൊണ്ട് ഞാൻ സത്യം ചെയ്യിക്കും. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഒന്നൊപ്പിട്ട് തരാമോ എന്ന്. അങ്ങനെ ഒരു വാക്ക് തന്നാ അതവള് പാലിക്കും. പക്ഷെ മാഡം അതെന്തിനാന്നാ കുട്ടി ചോദിക്കില്ലേ? അപ്പോ ഡീറ്റെയിൽസ് പറയേണ്ടി വരില്ലേ? മാലിനി, അമ്മയ്ക്ക് മക്കളോട് ഒരുപാട് ഡീറ്റെയിൽസ് പറയേണ്ടി വരാറില്ല. പിന്നെ അഥവാ ചോദിക്കുകയാണെങ്കിൽ എന്തൊക്കെയുണ്ട് പറയാൻ. അവളുടെ പേരില് ഞാൻ ഇഷ്ടം പോലെ സ്വത്ത് സമ്പാദിച്ചു വെച്ചിട്ടുണ്ടെന്നോ ആ സ്വത്ത് അവളുടെ പേരിലേക്ക് മാറ്റാനാണെന്നോ ഞാനങ്ങ് പറയും.
അതിലൊരു വിഹിതം ഏതെങ്കിലും അനാഥാലയത്തിന് കൊടുക്കാനാണെന്ന് പറയും. അതേതായാലും കൊള്ളാവുന്ന ഐഡിയ ആണ് മാഡം. അനാഥക്കുട്ടിയായി വളർന്നതുകൊണ്ട് അനാഥാലയത്തിന് സംഭാവന കൊടുക്കുക എന്നൊക്കെ പറയുന്നത് ഇഷ്ടമുള്ള കാര്യമായിരിക്കും അവൾക്ക്. അത് ഫിക്സ് ചെയ്തോളൂ മാഡം. സിറ്റുവേഷൻ എന്താണെന്ന് ഞാനൊന്ന് നോക്കട്ടെ. അവളുടെ മാനസികാവസ്ഥ നല്ലതാണെങ്കിൽ നടയിൽ നിന്ന് നമ്മൾ നേരെ പോകുന്നത് രജിസ്റ്റർ ഓഫീസിലേക്കായിരിക്കും. അങ്ങനെയാണെങ്കിൽ നാളെ കൊണ്ട് പ്രശ്നങ്ങളെല്ലാം തീരും. അപ്പോ ഇന്നത്തെ രാത്രി കഴിഞ്ഞ് നാളെ നേരം പുലരുമ്പോ ഐശ്വര്യ മാഡം ഒരു കോടീശ്വരിയാ അല്ലേ? ഞാൻ എന്നും കോടീശ്വരിയാണല്ലോ മാലിനി. പണത്തിനോ പദവിക്കോ ഒരു പ്രശ്നവുമില്ല. പക്ഷേ എന്റെ സ്വന്തം അല്ലെന്ന് മാത്രം. ഇതെനിക്ക് എഴുതി തന്നു കഴിഞ്ഞാ ഞാൻ തന്നെ അവളോട് പറയും, പർദ്ദയിട്ട് നിന്റെ മുന്നിൽ നിൽക്കുന്ന പിതാ മാഡം നിന്റെ അമ്മയാണെന്ന്. ചെയ്ത ഉപകാരങ്ങൾക്കൊക്കെ ശ്യാമ മാഡത്തിനൊരു നന്ദി അല്ലേ മാഡം? യെസ്, അവൾ കുന്നുകൂട്ടിയ സമ്പത്തിന്റെ മുകളിലാ ഞാൻ യാത്ര ചെയ്തത് മുഴുവൻ. മോളാണ് ജീവിതത്തിലെ ഏറ്റവും വലിയ സമ്പത്തെന്ന് ശ്യാമ പറയുന്നു. അത് ഞാനങ്ങ് വിട്ടുകൊടുക്കുന്നു. പകരം യഥാർത്ഥ സമ്പത്ത് ഞാനിങ്ങെടുക്കുന്നു. അത്രേ ഉള്ളൂ കാര്യം. എത്രയും വേഗം നാളെ നേരം വെളുക്കട്ടെ. അവൾക്ക് കുടുങ്ങാനുള്ള ദിവസമാ നാളെ.